Hello everyone, welcome back to English class. How are you all? I hope you all are fine too. Okay, today I am going to take a new lesson. The name of the lesson is Lesson 4, Mr. Turnabout. What's the name of the lesson? Mr. Turnabout. Lesson 4. Name of the lesson, Mr. Turnabout. What's the name of the lesson? Mr. Turnabout. Okay. Students, listen. One question ചോദിക്കാം. You have only 3 chocolates. 3 of your friends drove by your house to meet you. What will you do? Question മനസ്സിലായോ? You have only 3 chocolates. നിങ്ങളുടെ കയ്യിൽ 3 chocolates ഉണ്ട്. 3 of your friends, 3 friends നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കാണാൻ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നു. What will you do? അപ്പോൾ ഫ്രണ്ട്സൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതിലൊക്കെ കൊടുക്കില്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 3 ചോക്ലേറ്റ്സ്, എത്ര പേര് വരുന്നു? 3 ഫ്രണ്ട്സ് വരുന്നു. കയ്യിൽ 3 ചോക്ലേറ്റ്സും ഉണ്ട്. നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കില്ലയോ? എന്താ ചെയ്യുന്നത്? ഇഫ് യു ആർ എ ഗുഡ് ചൈൽഡ്, നിങ്ങളൊരു നല്ല കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ കൊടുക്കില്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഇഫ് യു ആർ എ ഗുഡ് ചൈൽഡ് യു വിൽ ഗീവ് these chocolates to your friends. അല്ലേ? നല്ല കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആ ചോക്ലേറ്റ്സ്, നിങ്ങൾക്ക് കിട്ടിയ 3 ചോക്ലേറ്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കും. അല്ലേ? നല്ലൊരു പ്രവൃത്തിയല്ലേ അത്? ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ മിസ്റ്റർ ടേണബൌട്ട് എന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഐ എം ഗോയിങ് ടു റീഡ് ദ സ്റ്റോറി. ലിസൺ ഇറ്റ് കെയർഫുള്ളി. ഓക്കെ, Mr. Turnabout. Name of the lesson, Mr. Turnabout. Take your taste, page number 30. Okay. Open your taste and listen carefully. Mr. Turnabout was a fine person. He was poor but very helpful. He was always doing good deeds for others. First paragraph ആണത്. എന്താണ്? മിസ്റ്റർ ടേണബൌട്ട് വാസ് എ ഫൈൻ പേഴ്സൺ. ഫൈൻ മീൻസ് വെരി ഗുഡ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. നല്ലൊരു മനുഷ്യൻ, അല്ലേ? പേഴ്സൺ, ഇറ്റ്സ് എ ന്യൂ വേർഡ്. പേഴ്സൺ മീൻസ് എ മാൻ. എന്താണ് പേഴ്സൺ? PERSON. പേഴ്സൺ മീനിങ് എ മാൻ. പേഴ്സൺ മീനിങ് എ മാൻ. Mr. Turnabout was a fine person. നല്ല കൈൻഡ് ആയിട്ടുള്ള, അല്ലേ, നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ മിസ്റ്റർ ടേണബൌട്ട്. He was poor but very helpful. He was very poor but very helpful. Helpful means someone who helps others. Helpful means someone who helps others. Helpful. ഇതൊരു ന്യൂ വേർഡ്. ഓക്കെ, മീനിങ് എന്താണ്? ഹെൽപ്ഫുൾ, someone who helps others. Helpful, HELPFUL, helpful meaning someone who helps others. Okay. He was poor but very helpful. He was always doing good deeds for others. He was always doing good deeds. Deeds എന്താണ്? Actions. Deeds mean actions. Okay, deeds. Action means പ്രവൃത്തികൾ. Okay, once again, Mr. Turnabout was a fine person. Fine means very good of its kind. ദയയും ഒക്കെയുള്ള
നല്ലൊരു മനുഷ്യനാണ് മിസ്റ്റർ ടേൺ അബൌട്ട്. ഹി വാസ് പുവർ ബട്ട് വെരി ഹെൽപ്ഫുൾ. ഹി വാസ് എ പുവർ മാൻ ബട്ട് ഹി ഹെൽപ്സ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹി വാസ് ഓൾവേസ് ഡൂയിങ് ഗുഡ് ഡീഡ്സ് ഫോർ അതേഴ്സ്. നല്ല പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മിസ്റ്റർ ടേൺ അബൌട്ട്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ്, മിസ്റ്റർ ടേൺ അബൌട്ട് വാസ് എ ഹാപ്പി മാൻ. He had many friends. Billy Smith, the little boy next door, was his friend. Billy always thanked the kind gentleman whenever he helped him. Mr. Turnabout was a happy man. He was very happy. He had many friends. Mr. Turnaboutinu ഒരുപാട് friends ഉണ്ട്. Lot of friends have. Billy Smith, one of his friend name is Billy Smith. What's the name? Yes, Billy Smith. Billysmith. One of his friend name is Billy Smith. Okay. The little boy. Billy Smith ഒരു ചെറിയൊരു കുട്ടിയാണ്. നെക്സ്റ്റ് ഡോർ, അടുത്ത ആണ് താമസിക്കുന്നത്. മിസ്റ്റർ ടേണബൌട്ടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. വാസ് ഹിസ് ഫ്രണ്ട്. ബില്ലി ഓൾവേസ് താങ്ക്ഡ് ദ കൈൻഡ് ജെന്റിൽമാൻ whenever he helped him. whenever meaning spelling എന്താണ്? WHENEVER. whenever meaning at any time. ഏത് സമയത്തും. at any time. Okay. Billy always thanked the kind gentleman whenever he helped him. ബില്ലിക്ക് വേണ്ടിയിട്ട് ഈ മിസ്റ്റർ ടേണബൌട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബില്ലി ഓൾവേസ് താങ്ക്ഡ് മീൻസ് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അറിയിക്കുക അല്ലേ. ദ കൈൻഡ് ജെന്റിൽമാൻ വെനെവർ ഹി ഹെൽപ്ഡ് ഹിം, സഹായിച്ചപ്പോഴൊക്കെ ഏത് സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും സഹായിക്കും അല്ലേ. ആ ഒരു സഹായം കിട്ടുമ്പോഴൊക്കെ ബില്ലി സ്മിത്ത് മിസ്റ്റർ ടേണബൌട്ടിനോട് താങ്ക്സ് പറയും അല്ലേ. നിങ്ങളെ ഇപ്പോൾ ഒരാൾ സഹായിച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത്? യെസ്, താങ്ക്സ് പറയത്തില്ലേ? യെസ്. ഓക്കെ. മിസ്റ്റർ ടേണബൌട്ട് വാസ് എ ഹാപ്പി മാൻ. He had a lot of friends. One of his friends' name is Billy Smith. He is a little boy. Billy always thanked the kind gentleman whenever he helped him. Okay. Next, Mr. Turnabout would always say, "Don't thank me for the good I have done for you. Just pass it on." Mr. Turnabout would always say. തിരിച്ച് അദ്ദേഹത്തോട് നന്ദി പറയുമ്പോൾ, താങ്ക്സ് പറയുമ്പോൾ മിസ്റ്റർ ടേണബൌട്ട് എന്താണ് പറയുന്നത്? ബില്ലി സ്മിത്തിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണിത്? ഡോണ്ട് താങ്ക് മീ ഫോർ ദ ഗുഡ് ഐ ഹാവ് ഡൺ ഫോർ യു. ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിന് തിരിച്ച് താങ്ക്സ് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് പാസ് ഇറ്റ് ഓൺ. എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്ന കണക്ക് ഈ നല്ല പ്രവർത്തികൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുക അല്ലേ. അങ്ങനെ അത് പാസ് ചെയ്ത് പോട്ടെ. Just pass it on. Just pass it on means share it with another or others. Share it with another or others. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. Just pass it on. That was a strange thing to say to someone. Billy did not know what it meant. Just pass it on. That was a strange thing. Strange meaning something that is not usual. Strange spelling is S-T-R-A-N-G-E. Strange meaning something that is not usual. Something that is not usual. That is not usual. Okay. Strange meaning something that is not usual. Okay. അപരിചിതമായ. Just pass it on. That was a strange thing to say to someone. ഒരു നല്ല കാര്യം
ചെയ്യുമ്പോൾ നമ്മൾ താങ്ക്സ് അല്ലേ പറയേണ്ടത്? ഇങ്ങനെയാണോ പറയേണ്ടത്? ജസ്റ്റ് പാസ് ഇറ്റ് ഓൺ. ദാറ്റ് വാസ് എ സ്ട്രേഞ്ച് തിങ്. That was a not usual thing to say to someone. Billy did not know what it meant. ഇതിൽ നിന്ന് എന്താണ് മിസ്റ്റർ ടേണബൌട്ട് അർത്ഥമാക്കുന്നത്? ബില്ലി ഡിഡ് നോട്ട് നോ വാട്ട് ഇറ്റ് മെന്റ്. എന്താണ് ഇത്? ഇതൊരു സ്ട്രേഞ്ച് തിങ് അല്ലേ? ഇങ്ങനെ ഒരാൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ താങ്ക്സ് പറയാതെ ജസ്റ്റ് പാസ് ഇറ്റ് ഓൺ എന്ന് പറയുക. നെക്സ്റ്റ്, വൺ ഡേ he decided to ask Mr. Turnabout, why do you tell people to pass on your good deeds? One day, at last, Billy Smith decided to ask this matter to Mr. Turnabout. Mr. Turnabout എന്തായാലും ചോദിച്ചേ പറ്റൂ. Why do you tell people to pass on your good deeds? എന്തുകൊണ്ടാണ് നിങ്ങൾ ആളുകളോട് പാസ് ഓൺ യുവർ ഗുഡ് ഡീഡ്സ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ പാസ് ചെയ്തു കൊടുക്കൂ എന്ന് പറയുന്നത്? നിങ്ങൾ മറ്റുള്ളവരെ എന്താണ് നല്ല പ്രവൃത്തികൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കൂ എന്ന് പറയുന്നത്? വൈ ഡു യു ടെൽ പീപ്പിൾ ടു പാസ് ഓൺ യുവർ ഗുഡ് ഡീഡ്സ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആളുകളോട് നിങ്ങൾ നല്ല പ്രവൃത്തികൾ പാസ് ചെയ്തു കൊടുക്കൂ എന്ന് പറയുന്നത്? മിസ്റ്റർ ടേണബൌട്ട് സെഡ്, ദിസ് വേൾഡ് വുഡ് ബി എ വെരി ഹാപ്പി പ്ലേസ് if we pass on good deeds. Then people would all be friendly and happy. Wouldn't that be wonderful, Billy? Mr. Turnabout replied. ആ ക്വസ്റ്റ്യന് മിസ്റ്റർ ടേണബൌട്ട് പറഞ്ഞ മറുപടി എന്തായിരുന്നു? യെസ്, ദിസ് വേൾഡ് വുഡ് ബി എ വെരി ഹാപ്പി പ്ലേസ് ഇഫ് വി പാസ് ഓൺ ഗുഡ് ഡീഡ്സ്. നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ വേൾഡ് എങ്ങനെയായിരിക്കും? It would be a very happy place. Okay, if we pass on good deeds. ഇപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് നല്ല പ്രവൃത്തി ചെയ്തു കൊടുക്കുന്നു, പിന്നെ അയാൾ മറ്റൊരാൾക്ക് പ്രവൃത്തി ചെയ്തു കൊടുക്കുന്നു, അങ്ങനെ 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 പാസ് ചെയ്ത് എല്ലാവരും പരസ്പരം സഹകരിച്ചും ഒക്കെ പോവുകയാണെങ്കിൽ ഈ വേൾഡ്, ഈ ലോകം എന്താണ്? നല്ലൊരു ഹാപ്പി പ്ലേസ് ആയിരിക്കും അല്ലേ? Then people would all be friendly and happy. ആളുകളെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, നല്ല ഹാപ്പി ആയിരിക്കും. Wouldn't that be wonderful, Billy? അങ്ങനെ ഒരു ലോകമല്ലേ നമുക്ക് നല്ലത്? യെസ്, അതല്ലേ നല്ലത്? അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ ടേണബൌട്ട് ബില്ലിയോട്. Wouldn't that be wonderful, Billy? നല്ലൊരു കാര്യമല്ലേ അങ്ങനെ ഈ ലോകമാകുകയാണെങ്കിൽ? യെസ്, ഓഫ് കോഴ്സ്. ബില്ലി agreed that Mr. Turnabout. ബില്ലി എന്ത് പറഞ്ഞു? തിരിച്ച് റിപ്ലൈ, യെസ്, ഐ agreed. Do you agree with Mr. Turnabout? Last question for you. ബില്ലി എഗ്രി ചെയ്തു. എല്ലാവർക്കും നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ലോകം നല്ലൊരു ഹാപ്പി പ്ലേസ് ആകും അല്ലേ? പരസ്പരം എല്ലാവരും ഓരോരുത്തരും പരസ്പരം സഹകരിച്ചും ഒക്കെ പോവുകയാണെങ്കിൽ ഈ ലോകം നല്ലൊരു ഹാപ്പി പ്ലേസ് ആകും. ഇത് ചോദിച്ചപ്പോൾ ബില്ലി എഗ്രി ചെയ്തു. ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്. ഡു യു എഗ്രി വിത്ത് മിസ്റ്റർ ടേണബൌട്ട്? മിസ്റ്റർ ടേണബൌട്ട് പറഞ്ഞ ഈ കാര്യത്തിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, നല്ല കുട്ടികൾ. അതോട് ശ്രദ്ധിച്ചോ. നമ്മുടെ ഈ സ്റ്റോറിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? മെയിൻ ക്യാരക്ടർ മിസ്റ്റർ ടേണബൌട്ടും പിന്നെ ബില്ലി സ്മിത്തുമാണ്. മിസ്റ്റർ ടേണബൌട്ട് എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്? യെസ്, കൈൻഡ് പേഴ്സൺ, പൂർ മാൻ, ഹെൽപ്ഫുൾ പേഴ്സൺ, പിന്നെന്താണ്? യെസ്, ഹാപ്പി മാൻ. അങ്ങനെ നല്ലൊരു മനുഷ്യനാണ് മിസ്റ്റർ ടേണബൌട്ട്. ഓക്കെ, ഹി ഓൾവേസ് ഡൂയിങ് ഗുഡ് ഡീഡ്സ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് എപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ. യെസ്, ഹി ഹാഡ് മെനി ഫ്രണ്ട്സ്. അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരാണ് ബില്ലി സ്മിത്ത്. ബില്ലി സ്മിത്ത് ഒരു ലിറ്റിൽ ബോയ് ആണ്. താമസിക്കുന്നത് മിസ്റ്റർ ടേണബൌട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ബില്ലി ഓൾവേസ് താങ്ക് ദ കൈൻഡ് ജെന്റിൽമാൻ വെനെവർ ഹി ഹെൽപ്ഡ് ഹിം. ഒരുപാട് നല്ല കാര്യങ്ങൾ മിസ്റ്റർ ടേണബൌട്ട് ബില്ലി സ്മിത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബില്ലി താങ്ക്സ് പറയുമ്പോൾ എന്താ പറയുന്നത്? മിസ്റ്റർ ടേണബൌട്ട്, ജസ്റ്റ് പാസ് ഇറ്റ് ഓൺ അല്ലേ? ആദ്യമൊന്നും ബില്ലി സ്മിത്തിന് അത് മനസ്സിലായില്ല. എന്താണ് ഇങ്ങനെ പറയുന്നത്? ജസ്റ്റ് പാസ് ഇറ്റ് ഓൺ. അറ്റ് ലാസ്റ്റ് ബില്ലി സ്മിത്ത് ഡിസൈഡഡ് ടു ആസ്ക് ദിസ് ടു മിസ്റ്റർ ടേണബൌട്ട്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ടേണബൌട്ട് എന്ത് പറഞ്ഞു? യെസ്, ദിസ് വേൾഡ് വുഡ് ബി എ വെരി ഹാപ്പി പ്ലേസ് ഇഫ് യു പാസ് ഇറ്റ് ഓൺ ഗുഡ് ഡീഡ്സ്. നമ്മൾ ഒരു പ്രവൃത്തി, നല്ല പ്രവൃത്തി മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നു, അയാൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നു, ഇങ്ങനെ എല്ലാവരും പരസ്പരം സഹായിക്കുകയാണെങ്കിൽ
നല്ല പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ ഈ ലോകം നല്ല ഒരു ഹാപ്പി പ്ലേസ് ആയിരിക്കും എന്നാണ് മിസ്റ്റർ ടേൺ അബൌട്ട് പറയുന്നത്. അത് കേട്ടപ്പോൾ എന്താണ് ബില്ലി സ്മിത്ത് അത് എഗ്രി ചെയ്തു. ആ ശരിയാണല്ലോ, അപ്പം നിങ്ങളും എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ചു. മിസ്റ്റർ ടേൺ അബൌട്ട് വാസ് എ ഫൈൻ പേഴ്സൺ. He was poor but very helpful. He was always doing good deeds for others. Mr. Turnabout was a happy man. He had many friends. Billy Smith, the little boy next door, was his friend. Billy always thanked the kind gentleman whenever he helped him. Mr. Turnabout would always say, "Don't thank me for the good I have done for you. Just pass it on. Just pass it on." That was a strange thing to say to someone. Billy did not know what it meant. One day he decided to ask Mr. Turnabout, "Why do you tell people to pass on your good deeds?" Mr. Turnabout said, "This world would be a very happy place if we pass on good deeds. Then people would all be friendly and happy. Wouldn't that be wonderful, Billy?" Billy agreed with Mr. Turnabout. Do you agree with Mr. Turnabout? ഇതാണ് ഈ സ്റ്റോറി. വായിക്കുക, 3 പ്രാവശ്യം ഇത് വായിക്കുക. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് സെക്ഷൻ. താങ്ക് യു.